അണ്ണാ ഞാനിപ്പോ വീഴും, എന്നെ രക്ഷിക്ക്. ഇവനോ? നീ കുറച്ചേരം അവിടെ നിക്കടാ, ഒരു ചായ കുടിച്ചിട്ട് വന്നാലോ. എടാ മക്കളെ, അയ്യോ, പ്രശ്നമൊന്നും എന്റെ പറ്റില്ലല്ലോ നടും. അല്ലേ? ഒരു റൗണ്ട് കൂടെ ഓടിച്ചു. അവ എണ്ണി തീരുമ്പോഴത്തേക്കിന് മരത്തിന്റെ മണ്ടയിൽ കയറിയിരിക്കാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പൊട്ടൻ പെട്ടെന്ന് അങ്ങ് കണ്ടുപിടിക്കത്തുമില്ല. അവ എപ്പോഴെങ്കിലും സാറ്റിന്റെ മൂട്ടിൽ നിന്ന് മാറുമ്പോഴത്തേക്കിന് ഓടി ചെന്നിട്ട് സാറ്റ് പഠിക്കാം. വാല് കണ്ടിട്ട് ചെറിയതോ മൂർഖനെങ്ങാണ്ടാന്നാ തോന്നുന്നത്. എന്തായാലും നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ് ബ്രോ, മൊഡാണോ? കുടുംബശ്രീ തുടങ്ങാൻ സമയമായി. ആ ചാരുതക്കിരമണിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതല. ഇന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവളുമാരെ ഇന്ന് രണ്ട് പറഞ്ഞിട്ടേ ഉള്ളു. ഓ, പെങ്ങടെ കൊച്ചല്ല വരുന്നത്. അവൻ എന്നെ കണ്ട അപ്പ അവന്റെ കൂടെ കളിക്കാൻ കൂടണം. കാണാത്ത പോലെ ഇരിക്കല്ല അല്ലേ? എടാ, എന്റെ കൂടെ കളിക്കാൻ കൂടോ? സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഇത് അവനല്ലേ, പിന്നെ അവൻ എവിടെ? ഓ, മണ്ടൻ ചെറുക്കൻ പോയാ സമാധാനം. അളിയന് ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോടാ? ഇവിടെ അടുത്താന്നാ തോന്നുന്നേ. അത് ശരി, അപ്പൊ നിനക്കും അറിയത്തില്ലയോ? പണ്ടങ്ങാണ്ട് ഒരു വട്ടം വന്നിട്ടേ ഉള്ളു. നീ വാ, നമുക്ക് നോക്കാം. അളിയ ഇന്നലെ പിടിച്ച മാനിന്റെ ബാക്കി വല്ലതും ഇരിപ്പുണ്ടോ? ഇല്ലല്ലേ, അതേ ഇന്നലെ തന്നെ തീർത്ത് വലിച്ച്. അപ്പൊ ഇന്ന് ഞാൻ പട്ടിണി തന്നെ. എന്റെ ദൈവമേ, ഞാൻ ഇത്ര നേരം ഉറുമ്പിന്റെ കൂട്ടിലായിരുന്നു. എന്റെ പൊന്ന്, അയ്യോ അവിടെ നിന്നും കടിക്കല്ലോ ഉറുമ്പ്, പെണ്ണുമ്പിള്ള സംശയിക്കും. അയ്യോ, ഈ ഇളങ്കള്ള് പോഷക സമൃദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കുടിച്ചാന്. പുല്ല് ചെവിയും കേട്ടൂടാ, കണ്ണും കണ്ടൂടാ. എന്റെ വീട് ഇതെവിടെ? എന്നാലും എന്തായിരിക്കും അവൾ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ? ഞാൻ എന്തിനാ വിഷമിക്കുന്ന? അവള് പോന്നെ പോട്ടെ, അവളല്ലെങ്കിൽ വേറെ എത്തി. ഞാൻ വിഷമിക്കത്തൊന്നുമില്ല. എന്നാലും എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. എടാ ചെറുക്കാ, നീ ഇവിടെ വന്നിരിക്കായിരുന്നു. ആടെ പെണ്ണുമ്പിള്ള ഞാൻ പറ. പഞ്ചായത്തിൽ നിന്നാണ് സെൻസസ് എടുക്കാൻ വന്നത്. മോൻ കല്യാണം കഴിച്ചാണ്? വെള്ളം എടുത്തോണ്ടോ? അപ്പൊ കല്യാണം കഴിച്ചതാണ്. ഇന്നലെ ആ മഞ്ഞ് കളിച്ചപ്പോഴേ വിചാരിച്ചതാ പനി പിടിക്കുമെന്ന്. ഇന്ന് ഞായറാഴ്ച ആയിട്ടാ രാജൻ ഡോക്ടർ ഉണ്ടോ എന്തോ.